ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെ എളുപ്പത്തിൽ വീറ്റ് പറാട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ രണ്ട് രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണം നിർബന്ധമില്ല, ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. നമുക്കിനി ആട്ട ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പറാട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് ചപ്പാത്തി മാവിൻ്റെ അത്രയും സോഫ്റ്റ് ആവണം എന്നില്ല. ഇതൊരു ഏകദേശം ഞാനൊരു 5 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയാൽ മതി. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ അത്രയും സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1 അവർ ആയിട്ടുണ്ട്. നമുക്കിനി മാവ് ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റാം. പറാട്ടയ്ക്ക് സാധാരണ നമ്മൾ എടുക്കുമ്പം ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ ബോളായിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ 2 രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഓയിൽ എടുത്താലും മതി. പിന്നെ നെയ്യിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇനി ഇവിടെ ആദ്യത്തെ രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ അറ്റത്തിൽ നിന്ന് ഇത് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അവസാനം നമുക്കൊരു കോൺ പോലെ കിട്ടും. നടുക്ക് വേണമെങ്കിൽ കൈവച്ചൊന്ന് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു പൂ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇത് മുകളിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന മാവ് നമുക്ക് താഴോട്ട് വെച്ച് പ്രസ് ചെയ്യാം. അപ്പം ഞാനിത് മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ബോൾസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ലെയേഴ്സൊക്കെ ഒന്ന് സെറ്റാവും. എന്നിട്ട് നമുക്കിത് ഒരുമിച്ച് പരത്തിയെടുക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തുകയാണ്. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. ഞാൻ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ലെയേഴ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്.
ഇനി ഇത് പതുക്കെ മടക്കിയെടുക്കുകയാണ്. ഇത് പൊക്കിയിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് തന്നെ വെക്കുക. ഇത് നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് പൊറാട്ടയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു ലെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം കാണിക്കുന്ന ഈ രണ്ടാമത്തെ മെത്തേഡായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ലെയേഴ്സ് നമുക്ക് കിട്ടും. ഞാൻ ഇനി ഇത് ചുരുട്ടിയെടുക്കുകയാണ് അതൊക്കെ. അവസാനം വരുന്ന ആ പോർഷൻ നമുക്ക് താഴോട്ട് വെച്ച് പ്രസ് ചെയ്തെടുക്കാം. ആദ്യം ഞാനൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. നമുക്ക് പറ്റുന്ന അത്രയും കൈകൊണ്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പിന്നെ ഇച്ചിരി മാവ് ഡിപ്പ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അധികം പ്രഷർ യൂസ് ചെയ്യരുത്, പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഒത്തിരി പ്രഷർ യൂസ് ചെയ്താൽ ആ ലെയേഴ്സ് പോവും. നമുക്ക് കാണാം അതിൽ ലെയേഴ്സ്. നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച മാവെടുത്ത് പരത്താം. ഇതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് ആദ്യം പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ അധികം പ്രഷർ ഇല്ലാതെ പരത്തിയെടുക്കുക. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. തവ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമുക്കിനി ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നെയ്യോ എണ്ണയോ യൂസ് ചെയ്യാം. ഉണ്ട്, നമുക്ക് ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പറാട്ടയും ചുട്ടെടുക്കാം നമുക്ക്. ഞാനിവിടെ ഒരു പേപ്പർ ടവൽ വെച്ചിട്ടാണ് പറാട്ട അതിലോട്ട് ചുട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ചൂട് കാരണം അതിൻ്റെ താഴെ ഈർപ്പം തട്ടി അത് പറാട്ടയുടെ താഴെ ഒരു നനവ് വരും. അപ്പോൾ ഒരു ടവൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതുക്കെ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ആ ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. വീറ്റ് പറാട്ട ചപ്പാത്തിയേക്കാൾ ഒരു അല്പം എഫേർട്ട് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇത് ചപ്പാത്തിയേക്കാൾ കൂടുതൽ നിറം സോഫ്റ്റായിട്ടിരിക്കും. നമ്മുടെ വീറ്റ് പറാട്ട റെഡി ആയിട്ടുണ്ട്.